നമസ്തേ. ഭഗവത്ഗീതയിലെ 15-ാം അധ്യായമായ പുരുഷോത്തമ യോഗയിലെ 18-ാമത്തെ ശ്ലോകം. യസ്മാത് ക്ഷരമതീതോഹം അക്ഷരാദപി ചോത്തമഃ അതോസ്മി ലോകേ വേദേ ച പ്രതിതഃ പുരുഷോത്തമഃ. 18-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്, ഞാൻ ഇന്ദ്രിയാതീതനും ക്ഷരങ്ങൾക്കും അക്ഷരങ്ങൾക്കും അതീതനും സർവശ്രേഷ്ഠനുമായതുകൊണ്ട് ലോകരും വേദവും എന്നെ പുരുഷോത്തമനെന്ന് വിളിക്കുന്നു. ഇതിൻ്റെ ഭാവാർത്ഥം എന്തെന്നാൽ, ഭഗവാനെ കവിഞ്ഞു നിൽക്കാൻ ബദ്ധജീവാത്മാവിനോ മുക്തനോ ആർക്കും സാധ്യമല്ല. അതുകൊണ്ടാണ് ഭഗവാനെ പുരുഷോത്തമൻ എന്ന് വിളിക്കുന്നത്. സ്ഥാനീയ പരമാത്മാവായ ഭഗവാനെക്കുറിച്ച് വേദങ്ങളിലും പ്രതിപാദിച്ചിട്ടുണ്ട്. ചാന്തോക്യോപനിഷത്തിൽ പറയുന്നത്, ശരീരം വിട്ടുവരുന്ന പരമാത്മാവ് വ്യക്തിശൂന്യ ബ്രഹ്മജ്യോതിസിൽ പ്രവേശിക്കുന്നു. എന്നിട്ട് സ്വന്തം രൂപമെടുത്ത് ആധ്യാത്മിക തലത്തിൽ വാഴുന്നു. പരമപുരുഷൻ എന്നറിയപ്പെടുന്നു. പരമപുരുഷൻ തൻ്റെ ആത്യന്തികമായ ആധ്യാത്മിക തേജസ്സിനെ വെളിപ്പെടുത്തുകയും പ്രസരിപ്പിക്കുകയും ചെയ്യുന്നു. പരമപുരുഷന് പരമാത്മാവ് എന്ന നിലയിലും ഒരു മൂർത്തിഭാവമുണ്ട്. പരാശര മുനിയുടെയും സത്യവതിയുടെയും മകനായി ജനിച്ച വ്യാസൻ എന്ന പേരിൽ വേദങ്ങളെ വിശദീകരിച്ചു. ഭഗവാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ജീവൻ ഒരു മാധ്യമം മാത്രമാണ്. ഒരു വ്യക്തി എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല.